പെട്രോൾ വില വർധനവിനെതിരെ ജില്ലയിൽ പ്രതിഷേധം ശക്തമായി. ഹർത്താൽ ആഹ്വാനം ചെയ്ത LDF-നും BJP-യും കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ പ്രകടനവും യോഗവും നടത്തി. പ്രകടനക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യം മുഴക്കി. ജനജീവിതം ദുസ്സഹമാക്കുന്ന വർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കൊല്ലം നഗരത്തിൽ LDF നേതൃത്വത്തിൽ നടന്ന പ്രകടനം റെസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്നാണ് ആരംഭിച്ചത്. പ്രസ് ക്ലബ് മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന യോഗം AASIS ML ഉദ്ഘാടനം ചെയ്തു. 7 രൂപ 60 പൈസ വർദ്ധിപ്പിച്ച് ടാക്സ് ഉൾപ്പെടെയാണ് 7 രൂപ 60 പൈസ. കേരളത്തിൽ വരുമ്പോൾ 1 ലിറ്റർ പെട്രോളിന് 7 രൂപ 60 പൈസയാവും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2010-ൽ 56 റുപ്പികയായിരുന്നതാണ് 1 ലിറ്റർ പെട്രോളിന് 56 റുപ്പികയായിരുന്നതാണ്. 2012 മെയ് മാസമാകുമ്പോൾ 76 രൂപ 60 പൈസയാവും മാറുക. സോമനാഥ്, അഡ്വക്കേറ്റ് G. ലാലു, K. തുളസീധരൻ, പ്രകാശ് ബാബു എന്നിവർ നേതൃത്വം നൽകി. BJP നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം പ്രസ് ക്ലബ് മൈതാനിൽ സമാപിച്ചു. മേഖലാ സെക്രട്ടറി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, UPA ഗവൺമെന്റ് 3ാമത് വർഷം കൊട്ടി ആഘോഷിച്ചുകൊണ്ട് ഡൽഹിയില് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷമായി ഇന്ത്യ മഹാരാജ്യം ലോക രാജ്യങ്ങളുടെ മുന്നിലേക്ക് ഉയർത്തെഴുന്നേൽച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഡൽഹിയിൽ മൻമോഹൻ സിംഗ് നടത്തിയിട്ട് ഈ രാജ്യത്തെ സാധാരണക്കാരനായ തൊഴിലാളികൾക്കും സാധാരണക്കാരനും ഇരുട്ടടി ഉണ്ടാവുന്ന രീതിയിൽ ഒരു കാലത്തും ഉണ്ടാവാത്ത രീതിയിലുള്ള പെട്രോളിയം ഉൽപ്പന്നത്തിന്റെ വിലക്കയറ്റം 7 രൂപ 50 പൈസ. ഇതാ എന്റെ 3 വർഷത്തെ ഭരണത്തിന്റെ സംഭാവന. രാജഗോപാലൻപിള്ള, ശിവജി, അജയൻ എന്നിവർ നേതൃത്വം നൽകി. SDPI, PDP സംഘടനകളും നഗരത്തിൽ പ്രകടനം നടത്തിയിരുന്നു. സമരക്കാരെ നിയന്ത്രിക്കുന്നതിന് വിവിധ ഭാഗങ്ങളിലായി പോലീസിനെയും വിന്യസിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.